രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത എന്നാത്താൻ കേസുകോട് എന്ന് പറഞ്ഞ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് സുരേഷനും സുമലതയും. ആ രണ്ട് കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ട് പുള്ളി തന്നെ സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അവർ എഴുതി കാണിക്കുന്നുണ്ട് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയുടെ ഐശ്വര്യം. രതീഷ് ഒരു വാണിംഗ് പോലെ പറയുന്നുണ്ട്, രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ഈ സിനിമയുടെ സംവിധായകൻ എന്നൊക്കെ ഉള്ളത്. ആ വാണിംഗ് കൊടുത്തതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയാം. ഒരു പ്രണയകഥ അത് മൂന്ന് കാലഘട്ടങ്ങളായിട്ടാണ് പുള്ളി കാണിക്കുന്നത്. അതായത് 1960, 1990, 2023. ഈ സംഭവങ്ങളും കഥയും കഥാപാത്രങ്ങളും എല്ലാം സെയിം. പക്ഷെ ഇത് മൂന്ന് കാലഘട്ടങ്ങളിൽ ഉള്ള വ്യത്യാസം നമ്മളെ മനസ്സിലാക്കിച്ചുകൊണ്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. അതായത് പഴയ കാലത്തെ ആളുകൾ എങ്ങനെയാണ് ഒരു 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 കാമുകി കാമുകന്മാരെ കാണുന്നത്, അവരെ കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിൽ നിന്നും ഇന്ന് എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ആളുകളുടെ സ്വഭാവത്തിൽ എത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ആളുകൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ്, ആളുകൾ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് മോശമാക്കി ചിത്രീകരിക്കുന്നത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പോകുന്ന സിനിമ. വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയവും പറയുന്ന സിനിമ. കുറെ സ്പൂഫ് പരിപാടികളും കുറെ ട്രോള് പരിപാടികളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തി തന്നെയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളി സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മൂന്ന് കാലഘട്ടങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞ ഒരു അരമണിക്കൂറിന് ശേഷമാണ്. ഞാൻ എൻ്റെ ബ്രദറുമായിട്ടാണ് സിനിമ കാണാൻ പോയത്. അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാലഘട്ടം കൂടെ ഉണ്ടെന്ന്. കാര്യം നമുക്കത് മനസ്സിലാകത്തില്ല, ആ രീതിയിലാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഒരു പഴയ കാലഘട്ടം കാണുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇത് ആ പഴയ കാലഘട്ടമാണ്. പിന്നെ ഈ 90s 2023 പോലും മനസ്സിലാക്കാൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കിട്ടത്തില്ല പെട്ടെന്ന് ഉടനെ. കാര്യം അങ്ങനെയാണ് ബ്ലെൻഡിങ്, അങ്ങനെയാണ് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്തു പോയിരിക്കുന്നത്. പുള്ളി ഒരു വാർണിംഗ് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന കുറെ നല്ല ആക്ടേഴ്സിനെ വെച്ച് പുള്ളിക്ക് സന്തോഷമായിട്ടൊരു സിനിമ എടുക്കണം. ആ രീതിയിലാണ് പുള്ളി സിനിമ എടുത്തിരിക്കുന്നത്. രാജേഷ് മാധവനാണ് സുരേഷനായിട്ട് വന്നിരിക്കുന്നത്, ചിത്രയാണ് സുമലതയായിട്ട് വന്നിരിക്കുന്നത്, പിന്നെ നമ്മുടെ സുധീഷ് ഉണ്ട് പിന്നെ നായികയുടെ അച്ഛനായിട്ട്, പിന്നെ ശരണ്യ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. ഇവരെ മാത്രമാണ് സത്യത്തിൽ നമുക്ക് അറിയാവുന്നത്. ഒക്കെ കുറെ ആക്ടേഴ്സ്, കുറെ എന്ന് പറഞ്ഞാൽ ഒരു 10-25-30 ആക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കുറെ ആളുകൾ ഉറപ്പായിട്ട് നാടകം ബേസ് തൊട്ടിട്ടുള്ള ആളുകളായിരിക്കും. അത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടുകൾ കിട്ടുന്നുണ്ട്. ചില പാട്ടൊക്കെ ചിരി വരുന്നത്, കാരണം ആ സിറ്റുവേഷനോട് യോജിക്കുന്ന രീതിയിൽ ചില പാട്ടുകളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന. ഇടയ്ക്ക് ഒരു ബാബുക്കാടൊക്കെ പോലത്തെ ഒരു ഗസൽ സാധനങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തഗ്ഗടിക്കലും മാസ് ഡയലോഗ്സും മൊത്തം ഉണ്ടല്ലോ, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് നമ്മുടെ വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ചോണ്ടിരിക്കുന്ന അമ്മച്ചി തിരിഞ്ഞു നിന്ന് പാടാറ് ഇംഗ്ലീഷ്, ഒരു നായിക വന്നിട്ട് ഒരാളെടുത്ത് ഭയങ്കരമായിട്ട് ഹിന്ദിയിൽ തഗ്ഗടിക്കുന്നു. അപ്പം അതാണ്, അത്രയും സ്വാതന്ത്ര്യമാണ് പുള്ളി എടുത്തിരിക്കുന്നത്. അതായത് എല്ലാ തരത്തിലുള്ള ഫ്രീഡം പുള്ളി എടുത്തിരിക്കുന്നു. കാര്യം ഒരു ആക്ടേഴ്സിന് അല്ലെങ്കിൽ ഈ ആക്ടറിന് ഇത് പറ്റുമോ, ആ ആക്ടറിന് അത് പറ്റുമോ എന്നുള്ള ബേർഡൻ ഒന്നും എടുക്കണ്ട. പുള്ളി പുതിയതായിട്ട് ഫ്രഷ് കുറെ മുഖങ്ങളെ കൊണ്ടുവന്നിട്ട് അവരെ അങ്ങോട്ട് അഴിഞ്ഞാടാൻ വിടുകയാണ്. ഇതിനകത്ത് സുരേഷിന്റെ ബ്രദറായിട്ട് കാണുന്ന ഒരു 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 പൊക്കം കുറഞ്ഞൊരു വ്യക്തിയുണ്ട്. കാര്യം പുള്ളിനെ പൊക്കം കുറവാണ് എന്ന രീതിയിൽ ആളുകൾ ഇങ്ങനെ കളിയാക്കലും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ്റെയൊക്കെ പെർഫോമൻസ് ഒന്ന് കാണണം. കാര്യം എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അറിയാം. അതിനകത്ത് MT എന്ന് പറഞ്ഞ ഒരു താടി വളർത്തിയിരിക്കുന്ന ഒരാള്, ഒരു ഫയർഫോഴ്സിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ, പിന്നെ ഒരു ലൈൻമാനായിട്ടുള്ള ഒരാള്, അയാളുടെ ഭാര്യയും അവരുടെ അനിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇവരുടെയൊക്കെ വീട്ടിലെ സ്ത്രീകള്, പിന്നെ നമ്മുടെ ജിനു ഉണ്ട്. ജിനു ഒരു കോമഡി പീസാണ്. ജിനുവിന്റെ അമ്മ, ഈ സുരേഷിന്റെ അമ്മ, ഇവർ എല്ലാം തగ్గടിയാണ്. അതായത് മലയാളത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടില്ല. പക്ഷെ ഇതിലൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നത്, ക്രൗഡ് പുള്ള് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാര്യം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ ഈ സിനിമയൊക്കെ കാണാൻ പോകുന്നുണ്ട്, നമ്മൾ ടോട്ടലി ഫ്രീ ആയിരിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള സിനിമ കുറച്ച് സ്ലോ പേസ് തമാശ രീതിയിൽ ഒരു പരീക്ഷണ ചിത്രമാണ്, ആ ഒരു മൂഡിൽ പോയിരുന്നാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഈ സിനിമ തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, തിയേറ്ററിൽ മിസ് ചെയ്യുന്നവർ ഉറപ്പായിട്ട് OTT വരുമ്പോൾ പറയും ഒരു അടിപൊളി സിനിമയായിരുന്നു, തിയേറ്ററിൽ മിസ്സായി. പറ്റിയാൽ ഇത്തരത്തിലുള്ള സിനിമയൊക്കെ ഒന്ന് പോയി കാണും. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാര്യം ഒരു പ്രണയകഥ, ഒരു സിമ്പിൾ പ്രണയകഥ എങ്ങനെ മനോഹരമാക്കിയിട്ട് ഒരു നാടകത്തിന്റെ ബേസിൽ ഒരു നാട്ടുകാരുടെ ഒരു ഒരു കാഴ്ചപ്പാടിലും പല പല കാലഘട്ടങ്ങളിലുമായിട്ടൊക്കെ രതീഷ് ജി കാണിച്ചിരിക്കുന്ന സിനിമ കണ്ടാലേ നമുക്ക് മനസ്സിലാത്തുള്ളൂ. കുഞ്ചാക്കോവൻ ഇടയ്ക്ക് വന്ന് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയറക്ട്ലി എന്നാത്ത കേസോടുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ആയിരം കണ്ണുമായി ഓട്ടോയും ഇവരുടെ പ്രേമവും പരിപാടികളും കുഞ്ചാക്കോവൻ ഇവരോടുള്ള പരിചയപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രാധേഷ് മാധവന്റെയും ചിത്രയുടെയും സുധീഷ് ഏട്ടന്റെയും ഈ ശരണ്യയുടെയൊക്കെ
പെർഫോമൻസ് കാണാനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതൊരു പരീക്ഷണ ചിത്രം തന്നെയാണ്. നിങ്ങൾ എന്തായാലും സിനിമ ഒന്ന് കാണണം. കണ്ടവർ ഉറപ്പായിട്ടും ഈ വീഡിയോക്ക് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമ ഫീൽ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം ഓക്കെ.